നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഉണ്ടാവും മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പീനെ കുറിച്ചിട്ടാണ്. ദിസ് ഈസ് എ ഫോം ഓഫ് സൈക്കോ തെറാപ്പി. ബിഹേവിയർ തെറാപ്പിസ്റ്റായ സ്റ്റീവൻ ഹേയ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. സോ ദിസ് കംസ് അണ്ടർ ദി തേർഡ് വേവ് ഓഫ് സൈക്കോ തെറാപ്പി. ഫസ്റ്റ് വേവ് ഓഫ് സൈക്കോ തെറാപ്പിയിൽ വരുന്നത് ബിഹേവിയറൽ തെറാപ്പീസ് ആണ്. ആൻഡ് ഇൻ ദി സെക്കൻഡ് വേവ് വി ഹാവ് കോഗ്നിറ്റീവ് തെറാപ്പീസ്. And in the third wave or third generation of psychotherapies, mindfulness based like MBCT, MBSR, DBT and ACT. ACT is a short form of acceptance and commitment therapy. മറ്റു തെറാപ്പീസ് ലൈക്ക് ഇപ്പം CBT നമുക്ക് കൂടുതലും സിംറ്റം റിഡക്ഷൻ ആണ് കാണുന്നത്, ഫോക്കസ് ചെയ്യുന്നത് സിംറ്റം റിഡക്ഷനെ ആണെങ്കിൽ ACT കൂടുതലും ഒരു ക്ലയൻറ്റിനെ എങ്ങനെ ഒരു റിച്ച് ആൻഡ് മീനിങ് ഫുൾ ലൈഫിലേക്ക് അറ്റൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനാണ് ACT എന്ന് പറഞ്ഞാൽ. സോ ACT സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്ലസ് ബിഹേവിയറൽ തെറാപ്പി, മൈൻഡ്ഫുൾനെസ്സും ബിഹേവിയറൽ തെറാപ്പിയും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് ACT എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അസസ് ചെയ്യണത് സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ബി ഇൻ ദി പ്രസൻറ്റ് ഓർ ഓപ്പണിംഗ് അപ്പ് ടു ദി എക്സ്പീരിയൻസസ്, നെഗറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ലൈക്ക് ഓപ്പൺ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോട്ട്സ്, ഫീലിങ്സ് എല്ലാം സെൻസേഷൻസ് ഒക്കെ അതിനോട് ഓപ്പൺ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. സോ അതാണ് ഒരാളുടെ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി, ഒരു ഇൻഡിവിജ്വലിൻ്റെ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി. ഇൻസ്റ്റെഡ് ഓഫ് ഫൈറ്റിംഗ് വിത്ത് ദോസ് എക്സ്പീരിയൻസസ്, നെഗറ്റീവ് എക്സ്പീരിയൻസസ്, നമ്മൾ നമ്മുടെ വാല്യൂസിനായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ACT-ലൂടെ ഒരാൾക്ക് ആ ഒരു അവയർനെസ് കിട്ടുന്നതിലൂടെ അവരുടെ ലൈഫിൽ അവർക്കുണ്ടാവുന്ന സ്ട്രഗിൾസ്, അവർക്കുണ്ടാവുന്ന പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എങ്ങനെ ഫേസ് ചെയ്യാം, അതെങ്ങനെ ഓവർകം ചെയ്യാം, സോ ഇതിനുള്ളൊരു സ്ട്രെങ്ത്താണ് ACT-ലൂടെ അവർക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഒരു 50 സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി നമ്മൾ അസസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഒരു 50 ആൻഡ് ബിലോ വരികയാണെങ്കിൽ സൈക്കോളജിക്കലി ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോൾ ഒരു മിഡിൽ റേഞ്ച് 30 അല്ലെങ്കിൽ എബവ് 30 ഒക്കെ ആണെങ്കിൽ സൈക്കോളജിക്കലി ഇൻഫ്ലെക്സിബിൾ ആണെന്ന് പറയും. ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ അവരുടെ തോട്ട്സും ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒക്കെ അവരുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ആക്ഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ആ ഒരു സ്കെയിൽ റേഞ്ചിൽ പറയുന്നത്. സോ ഇത് ഏകദേശം ഒരു 8-9 തെറാപ്യൂട്ടിക് സെഷൻസ് കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ ഒരു സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റിയിൽ നമുക്കൊരു ചേഞ്ച് മനസ്സിലാകുക എന്നുള്ളതാണ്. ആൻഡ് ഈ ACT പല ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ബാരിയർ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് തോട്ട് ലെവലിലാണ്. നമ്മുടെ ചിന്തകൾ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് പല നെഗറ്റീവ് തോട്ട്സ് വരികയാണ്, പല ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് വരികയാണെങ്കിൽ, ഓവർഫ്ലോയിങ് ആയിട്ടാണ് ട്രെയിൻ ഓഫ് തോട്ട്സ് പോലെ വരികയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് വന്ന തോട്ട് പോലും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. സോ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ACT ഹെൽപ്പ് ചെയ്യും. ആൻഡ് സെക്കൻഡ് ലെവൽ ഇസ് ഫീലിംഗ് ലെവൽ. ഫീലിംഗ് ലെവലിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ചില വ്യക്തികൾക്ക് വാട്ട് ഡു ദേ ഫീൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമോഷൻസ്, അത് ചിലപ്പോൾ അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഒന്നും അവർക്ക് കഴിയണമെന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അവർ അത് സപ്രസ് ചെയ്യും, ചിലപ്പോൾ അത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ അത് കൂടുതൽ പ്രോബ്ലംസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. സോ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ACT ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നോട്ട് ബീയിങ് ഇൻ ദി പ്രസൻറ്റ്, ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള തോട്ട്സും ഫീലിങ്സും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് തന്നെ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ ലെവലിലേക്ക് അത് ബാധിച്ചിട്ടുണ്ടാകും. സോ അത് ബ്രേക്ക് ചെയ്യാനായിട്ടും ACT ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ഈസ് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനാണ് ACT എന്ന് പറഞ്ഞാൽ. സോ ദിസ് ആക്ച്വലി ഹെൽപ്സ് പേഴ്സൺ ടു കണക്ട് വിത്ത് their inner self, അവരുടെ ഇന്നർ ഒരു സെൽഫ് ഒരു ഒബ്സർവ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. ആൻഡ് ഓൾസോ പെയിൻ ടോളറൻസിന് ACT ഹെൽപ്പ് ചെയ്യും. അപ്പം പെയിൻ ടോളറൻസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ പ്രൈമറി ഡിഗ്രി അവർക്ക് പെയിൻ ഉണ്ടെങ്കിലും കുറേ ഇമോഷണൽ എലമെൻറ്റ്സ് അതിലുണ്ടാവും. സോ അത് പ്രോസസ്സ് ചെയ്ത് അത് ഒരു ആ വ്യക്തിയുടെ ഒരു സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. WHO ഒരു
ബുക്ക്ലെറ്റ്, സെൽഫ് ഹെൽപ്പ് ബുക്ക്ലെറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ട്. ഒരു കോമിക് ബുക്കാണ്. സോ അതിൻ്റെ പേര് ഡൂയിങ് വാട്ട് മാറ്റേഴ്സ് ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ്. അതാണ് അതിൻ്റെ ഒരു ബുക്കിൻ്റെ പേര്. സോ ഇത് ആക്ച്വലി വളരെ നമുക്ക് ഇതിന് എങ്ങനെ ഈ ഒരു തോട്ട്സും ഫീലിംഗ് ലെവൽ എങ്ങനെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതെങ്ങനെ നമ്മൾ ഒരു എന്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ നമ്മളെ സെൽഫ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണത്. ACT ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കിലേക്ക് വരികയാണെങ്കിൽ ACT ആക്സെപ്റ്റൻസ്, അപ്പോൾ ആക്സെപ്റ്റൻസ് കൂടുന്തോറും ഒരാളുടെ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി കൂടുമെന്നാണ് പറയുന്നത്. So that is the basic theoretical framework that Stephen Hayes is putting forward. അപ്പോൾ ഇവിടെ ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾ, ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ, അതിനെ പ്രോസസ്സ് ചെയ്യാൻ അലൗ ചെയ്യുന്നതിലൂടെ അവരുടെ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. സോ ACT ഈസ് എ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പി, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് തെറാപ്പി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ മെയിനായിട്ടും 6 മേജർ ആയിട്ടുള്ള കോർ പ്രോസസ്സസ് നടക്കുന്നുണ്ട് ACTയിൽ. ദ ഫസ്റ്റ് വൺ ഈസ് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ യു ആർ അലോവിങ് യുവർ സെൽഫ് ടു ആ തോട്ട്സ്, ആ എക്സ്പീരിയൻസ്, യു ആർ ഓപ്പണിങ് യുവർ സെൽഫ് ടു എക്സ്പീരിയൻസ് ദ നെഗറ്റീവ്, ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് ഓർ ഈവൻ സെൻസേഷൻസ്. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ലെറ്റിംഗ് അൺകംഫർട്ടബിൾ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ബി വിത്തൗട്ട് ഫൈറ്റിംഗ് വിത്ത് അല്ലെങ്കിൽ വിത്തൗട്ട് സപ്രസിങ് ഓർ അവോയ്ഡിങ് ദം. സോ ദിസ് ആക്ച്വലി ഓപ്പൺ അപ്പ് യുവർ എക്സ്പീരിയൻസസ്. ഇതാണ് ഫസ്റ്റിൽ വരുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ACTയുടെ ആക്സെപ്റ്റൻസ് ആണ്. ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് കോഗ്നിറ്റീവ് ഡെഫ്യൂഷൻ. സോ കോഗ്നിറ്റീവ് ഡെഫ്യൂഷൻ എന്ന് പറയുമ്പോൾ യു ഷുഡ് സീ യുവർ തോട്ട് ആസ് ലൈക്ക് ഒരു ചിന്തേനെ യു ഷുഡ് സീ ഇറ്റ് ആസ് ജസ്റ്റ് ആസ് എ തോട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഒരു ലിറ്ററൽ ട്രൂത്ത് അല്ലെങ്കിൽ അതൊരു ഫാക്റ്റായിട്ട് നമ്മൾ അതിനെ കാണുന്നതിന് പകരമായിട്ട് അതിനൊരു തോട്ടായിട്ട് തന്നെ കാണാം. അതാണ് കോഗ്നിറ്റീവ് ഡെഫ്യൂഷനിലൂടെ പറയുന്നത്. ആൻഡ് ദി തേർഡ് വൺ ഇസ് ബീയിങ് പ്രസൻറ്റ്. ബീയിങ് പ്രസൻറ്റ് ഇസ് ബേസിക്കലി മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഹിയർ ആൻഡ് നൗവിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ യു ആർ ബീയിങ് ഇൻ ദ പ്രസൻറ്റ്, ലൈക്ക് അതായത് ശ്രദ്ധാപൂർണ്ണത ബേസിക്കലി പറഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പം എന്താണോ ബീയിങ് അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, അല്ലെങ്കിൽ വാട്ട് യു ആർ തിങ്കിങ് റൈറ്റ് നൗ, വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ, ആ ഹിയർ ആൻഡ് നൗവിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു ബി ഇൻ ദി പ്രസൻറ്റ്. അപ്പം മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള പല ടെക്നിക്സ്, പല എക്സസൈസുകളും നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യും. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സെൽഫ് ആസ് എ കോണ്ടെക്സ്റ്റ്. സോ ഹിയർ വി ആർ ഒബ്സർവിങ് യുവർ സെൽഫ്. യു ആർ ഒബ്സർവിങ് ഒരു എന്താ പറയുക, ഒരു സ്റ്റേബിൾ പെർസ്പെക്റ്റീവായിട്ട് നമ്മൾ കാണുക ചെയ്യുന്നത്. ലൈക്ക് യു ആർ സീയിങ് യുവർ സെൽഫ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൈ, ദ ഇൻഡിവിജ്വൽ ഈസ് ദ സ്കൈ ആൻഡ് അവർക്കുണ്ടാകുന്ന തോട്ട്സും ഫീലിങ്സും അത് പാസിങ് ക്ലൗഡ്സ് ആയിട്ട് നമ്മൾ അതിനെ അങ്ങനെ പെർസീവ് ചെയ്യാനാണ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് വാല്യൂസ്. വാല്യൂസ് എന്ന് പറയുമ്പം ആ വ്യക്തിയുടെ ഒരു ഗ്രോത്ത് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ കണക്ഷൻ, അവരുടെ ഹെൽത്ത് ഒക്കെ അതായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ആക്ച്വലി മോട്ടിവേറ്റ്സ് ടു സ്റ്റെപ്പ് ഇൻ ടു ദി ആക്ഷൻ. ദ നെക്സ്റ്റ് പ്രോസസ് ഇസ് ദി കമ്മിറ്റഡ് ആക്ഷൻ ആണ്. കമ്മിറ്റഡ് ആക്ഷനിലേക്ക് കൂടുതലും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് ടു മോട്ടിവേറ്റ് യുവർ സെൽഫ്. സോ ദിസ് ഇസ് ബേസിക്കലി ദ 6 മേജർ പ്രോസസ്സസ് ഓഫ് ACT എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്തിനൊക്കെയാണ് ACT ഹെൽപ്പ് ചെയ്യണതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൂടുതലും ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ OCD, അതുപോലെ തന്നെ സോഷ്യൽ ആങ്സൈറ്റി, ക്രോണിക് പെയിന് ഹെൽപ്പ് ചെയ്യും, ഡിപ്രഷൻ, സൈക്കോസിസ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. സോ ഇതിനെ തുടങ്ങി ഇത്ര മെൻ്റൽ ഹെൽത്ത് കണ്ടീഷന് ACT ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇത് എല്ലാ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതായത് ചിൽഡ്രൻ, ഈവൻ കപ്പിൾസ്, ഇൻഡിവിജ്വൽസിനൊക്കെ ഈ ACT ഹെൽപ്പ് ചെയ്യുന്നൊരിതാണ്. ആൻഡ് ഓൾസോ ഒരു വ്യക്തിയുടെ വാല്യൂസ്, മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ ഫൊഗീവ്നെസ്, കമ്പാഷനൊക്കെ മെഷർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊന്ന് മെഷർ ചെയ്ത് എടുക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു സ്പിരിച്വൽ ആൻഡ് ഓൾസോ ഒരു സയൻസിൻ്റെ ആസ്പെക്ട്സിലാണ്, അതിൻ്റെ ഒരു ബ്ലെൻഡാണ് ACTയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. താങ്ക് യു.